കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കും. CBI അന്വേഷിക്കുന്നത് സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ ഉടൻ പുറത്തിറങ്ങും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെയും കണ്ടിരുന്നു. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അങ്ങനെ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും എന്നുള്ളൊരു വിവരം വരുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? അന്തരിച്ച നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അവരുടെ പരാതി ബോധിപ്പിച്ചത്. ഒപ്പം റാന്നി MLA പഴകുളം മധുവും ഉണ്ടായിരുന്നു. ഈ കുടുംബാംഗങ്ങൾ കണ്ട്, കാരണം 2 അന്വേഷണങ്ങൾ നടത്തിയിരുന്നു ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. പ്രാഥമിക അന്വേഷണം അവിടുത്തെ SHO തന്നെയാണ് നടത്തിയത്. തൊട്ട് പിന്നാലെ തുടർ അന്വേഷണത്തിന് അവിടുത്തെ ACP രത്നകുമാറിനെയും ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ 2 അന്വേഷണങ്ങളിലും അവർക്ക് വിശ്വാസം ഇല്ല എന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു. മാത്രവുമല്ല, ഈ കുടുംബാംഗങ്ങൾ ഒരു 13 സംശയങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് നിരത്തിയിരുന്നു. ആ 13 സംശയങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുവാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ കേസ് നേരത്തെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുന്നത്, PP ദിവ്യയ്ക്ക് 2 ഫോണുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക ഫോണുകളിലേക്ക് വന്ന കോളുകളും അതുമായി ബന്ധപ്പെട്ട സമയങ്ങളോ അല്ലെങ്കിൽ ആരൊക്കെയാണ് വിളിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയോ ഈ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താനോ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഒപ്പം അവരുടെ വ്യക്തിപരമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഫോണിൽ വന്നിട്ടുള്ള വിശദാംശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. ഇതായിരുന്നു ഒരു അവരുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം അതവർ ഉന്നയിച്ചിരുന്നത്, അതായത് പ്രശാന്ത് എന്ന് പറയുന്ന ആൾ ആണ് ADM അല്ലെങ്കിൽ നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പ്രശാന്തിനെ കൃത്യമായി ചോദ്യം ചെയ്യുകയോ ഈ കേസിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ തുടങ്ങി 13 സംശയങ്ങളും ആ സംശയങ്ങൾക്ക് മറുപടിയും ആവശ്യപ്പെട്ടിരുന്നു. ഇത് കുറിച്ച് അന്വേഷിക്കണമെന്നും ഈ ADM നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ കൃത്യമായ അന്വേഷണം നടന്നിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ കോടതിയെ സമീപിച്ചുകൊണ്ട് CBI അന്വേഷണത്തിന് പോയിരുന്നു. പക്ഷേ അന്നും അർഹമായൊരു മറുപടി അവർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രിയെ കണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോഴും ഇവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഈ 13 ആവശ്യങ്ങളാണ്. മാത്രവുമല്ല, ഈ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് വേളയിൽ ഒരു വിധത്തിൽ ക്ഷണവുമില്ലാതെ PP ദിവ്യ അവിടേക്ക് എത്തുന്നു. എന്നിട്ട് നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നു. തൊട്ടു പിന്നാലെ അടുത്ത ദിവസം വീട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്ത നവീൻ ബാബുവിൻ്റെ മരണവാർത്തയാണ് കുടുംബാംഗങ്ങൾ അറിയുന്നത്. ഇതിനിടയിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്താണ് എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ ഏറ്റവും വലിയ ഒരു സംശയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നവീൻ ബാബുവിനെ കാണുന്നതിന് വേണ്ടി ക്വാർട്ടേഴ്സിൽ പ്രശാന്ത് എത്തിയിരുന്നു എന്ന് പറയുന്നു. ആ സ്ഥലത്ത് നിന്നും ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ ഇവരുടെ പൂർണ്ണമായ ഒരു രീതിയിലുള്ളത് ലഭിച്ചിട്ടില്ല, കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. എഡിറ്റ് ചെയ്ത ഭാഗമാണ് കോടതിക്ക് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ കുറേ സംശയങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ഇതിനൊക്കെ മറുപടി കണ്ടെത്തുവാൻ CBIയുടെ അന്വേഷണ സംഘത്തിന് കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബാംഗങ്ങൾ. എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണുന്നു. ഒപ്പം റാന്നി MLA കൂടി അവരുടെ സഹായത്തിനായി എത്തുന്നു. ഇതിപ്പോൾ കേസ് CBIയുടെ അന്വേഷണത്തിലേക്ക് വരികയാണ്. ഇതിൽ പ്രധാനമായും കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ഈ 13 സംശയങ്ങളും ആ സംശയങ്ങളുള്ള കൃത്യമായ മറുപടിയും കണ്ടെത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. മാത്രവുമല്ല, ഈ നവീൻ ബാബുവും ഭാര്യയും ഒക്കെ തന്നെ CPM അനുകൂല ജീവനക്കാരുടെ സംഘടനയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് കൃത്യമായ തരത്തിൽ ഒരു നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പരാതിയായിരുന്നത്. ആ മുഖ്യമന്ത്രിയെ കണ്ട ഉടൻ തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഉചിതമായ നടപടിയിലേക്ക് കടക്കും എന്നുള്ള ഒരു ഉറപ്പ് ആ കുടുംബത്തിന് നൽകിയിരുന്നു. ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ മാത്രമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട 2 അന്വേഷണ ഏജൻസികളിലും കേസിലെ ഒരു പ്രതിയായി മാറിയിട്ടുള്ളത്. പക്ഷേ അത് വലിയ തരത്തിലുള്ള ശിക്ഷ കിട്ടുന്ന ഒന്നുമല്ല. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ മാത്രമായിരുന്നു പോലീസ് കേസെടുത്തപ്പോഴും അന്വേഷണ സംഘവും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയും. കാരണം ഈ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ ആളുകളെ കൂടി ചോദ്യം ചെയ്യണം എന്നീ തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെ
കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൂടി ഒരുപക്ഷെ ഉൾപ്പെടുത്തി വിശാലമായ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് CBI കടക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഈ കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ CBI അന്വേഷണ ചുമതല ഏറ്റെടുത്ത കേൾക്കും. അതിനുശേഷമായിരിക്കും അന്വേഷണത്തിലേക്ക് കടക്കുക. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ മറ്റൊരു പരാതി. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ അന്വേഷണം ഏറ്റെടുത്ത രത്നകുമാർ എന്ന് പറയുന്ന DYSP അവിടുത്തെ ACP ആയിരുന്ന ആൾ, അദ്ദേഹം വിരമിച്ചതിന് ശേഷം CPIMൻ്റെ പാർട്ടി ടിക്കറ്റിൽ അവിടെ തന്നെ മത്സരിക്കുകയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ദിവ്യയ്ക്ക് താല്പര്യമുള്ള, ദിവ്യയ്ക്ക് അടുത്ത് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ ഇതിൽ അന്വേഷണം നടത്തി എന്നുള്ളൊരു പരാതി കൂടി കുടുംബാംഗങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പരാതികളെല്ലാം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഒരു CBI അന്വേഷണത്തിലേക്ക് ഗവൺമെൻറ് തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെ ഈ സംബന്ധിച്ചുള്ള വിജ്ഞാപനമുണ്ടാകും. അത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കും. വിജ്ഞാപനം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കേസ് ഏറ്റെടുക്കുന്ന കാര്യം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കേണ്ടത് CBI ആണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പരാതികളിൽ മേൽ CBI ഒരു അന്വേഷണം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോടതി തീരുമാനിച്ച് അറിയിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാർ അറിയിക്കണം. ഇതിപ്പോൾ സർക്കാർ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഒരു CBI അന്വേഷണത്തിൽ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബിനോയ്, വളരെ വലിയ രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയപരമായി പോലും കേരളത്തെ ബാധിച്ച ഒരു വിഷയമായിരുന്നു ADM നവീൻ ബാബുവിൻ്റെ മരണവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഈ കേസിൽ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളൊരു ആരോപണം നവീൻ ബാബുവിൻ്റെ കുടുംബം ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഉന്നയിച്ചു വരുന്ന ഒരു കാര്യമാണ്. പലതവണ തലശ്ശേരി കോടതിയിൽ അടക്കം ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം തൃപ്തിയില്ല എന്ന് കുടുംബം അറിയിച്ചിരുന്നു. നിലവിൽ ഈ സൂചിപ്പിച്ച കുറ്റപത്രത്തിൽ കുടുംബം ചൂണ്ടിക്കാണിക്കുന്ന പിഴവുകൾ, ആ പിഴവുകൾ എന്തെല്ലാമായിരുന്നു? ഇപ്പോൾ ഇനി വരുന്ന CBI ഈ പറയുന്ന ഭാര്യ മഞ്ജുഷയടക്കം ഈ കുടുംബം ചൂണ്ടിക്കാണിച്ച കുറ്റപത്രത്തിലെ പിഴവുകൾ, ആ പിഴവുകളിൽ കൂടുതൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമോ? എന്തെല്ലാമാണ് ആ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ പറയാനുള്ളത്? കൃത്യമായും കുടുംബാംഗങ്ങൾ 13 സംശയങ്ങൾ അല്ലെങ്കിൽ 13 ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത്. അതിൽ ആദ്യം, അതായത് ADM ആത്മഹത്യാ ജില്ലയിൽ കാണപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി മൃതദേഹം അഴിച്ചുമാറ്റി കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ആദ്യ പരാതിയും സംശയവും. അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോരോ കാര്യങ്ങളിലും അവർ സംശയം ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തേണ്ട ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്ന കാര്യത്തിലും അതിനുപരി ആ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന കാര്യത്തിലും വലിയ തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. രണ്ടാമത്, ഇതിനകത്ത് ഒരു പെട്രോൾ പമ്പിന് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ എന്ന് പറയുന്ന ആൾക്കാണ് ഈ പെട്രോൾ പമ്പ് അനുവദിച്ച് നൽകേണ്ടത്. ആ ആൾക്ക് സ്ഥലം അനുവദിക്കുന്നതിന് വേണ്ടി അയാളുടെ പക്കൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചു നവീൻ ബാബു എന്നായിരുന്നു ദിവ്യ അന്ന് ആ യാത്രയപ്പ് യോഗത്തിൽ വളരെ പരസ്യമായി പറയുന്നതിനപ്പുറത്തേക്ക് ഒതുക്കി പറഞ്ഞു വെച്ച് വന്നത്. അതായത് ആ ADMനെ കുറ്റപ്പെടുന്ന തരത്തിൽ അന്ന് പറഞ്ഞത് ഈ കൈക്കൂലിയുടെ കേസ് കൂടിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെയാണ് കൈക്കൂലി വാങ്ങിച്ചത്, അതിന് എത്ര രൂപ കൈക്കൂലിയായി നൽകി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണമോ ആ പ്രശാന്തനെ ഒരു പ്രാവശ്യം പ്രത്യേക അന്വേഷണം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനപ്പുറം ഇദ്ദേഹത്തെ മറ്റൊന്നിലും തന്നെ പ്രതിപട്ടികയിലോ അല്ലാതെ ഒരു പട്ടികയിലും ഉൾപ്പെടുത്താതെ തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം പറഞ്ഞു വിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥലവുമായി, ഈ സ്ഥലം പാട്ടത്തിനെടുത്ത സ്ഥലമാണ്, അതായത് ഈ പെട്രോൾ ബങ്ക് തുടങ്ങുന്നുണ്ട്, ആ സ്ഥലം വിട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഒരിക്കൽ പോലും ഒരു പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിന് വേണ്ടി മാസങ്ങളായി നടത്തിയ ചില നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ തുടങ്ങി വലിയ ഒരു കുറേ പരാതികളായിരുന്നു ഇവർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. മാത്രവുമല്ല, ഇനി വരുമ്പോഴേക്കും ഈ നവീൻ ബാബുവിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലെ അന്വേഷണം അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിലും അടിവസ്ത്രങ്ങളിലും രക്തക്കറയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ രക്തക്കറയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് പോയിട്ടില്ല. അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ള പരാതികൾ ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ പരാതികൾ കൃത്യമായി അന്വേഷിക്കാനോ
അതുപോലെ തന്നെ PP ദിവ്യയെക്കുറിച്ച് പരാതികളുടെ ഒരു വലിയ പട്ടിക തന്നെ അവർ നിരത്തിയിരുന്നു. കാരണം എന്തിനാണ് ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് PP ദിവ്യ എന്ന് പറയുന്ന ആൾ അവിടെ എത്തുന്നത്? അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അവിടെ എത്തുന്നു, ഇദ്ദേഹത്തെ പരസ്യമായി അവഹേളിക്കുന്നു, അപമാനിക്കുന്നു. അപ്പോൾ അതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തിനാണ് അവർ അവിടേക്ക് വന്നത്? മാത്രവുമല്ല, ഇവർ ഇങ്ങനെ ഒരു യോഗം നടക്കുന്നു എന്നുള്ളൊരു വിവരം ആരാണ് PP ദിവ്യയെ അറിയിച്ചത്, എപ്പോഴാണ് അറിയിച്ചത്? ഇങ്ങനെ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ കൃത്യവും വ്യക്തവുമായി അറിയണം എന്നുണ്ടെങ്കിൽ തന്നെ ആ ഫോൺ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. ആ പരിശോധിക്കുന്ന ഫോൺ രേഖകളിലെ വിവരങ്ങൾ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമായിരുന്നു. പക്ഷേ ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് പഴകുളം മധു ഈ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ കേസിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ ഇടപെടലുകളുമായി ആദ്യഘട്ടം മുതൽക്കേ ഉണ്ടായിരുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് പഴകുളം മധു MLA. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം പഴകുളം മധു. ഇപ്പോൾ ഈ ഒരു കേസ് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIയുടെ അന്വേഷണത്തിന് വിടാനൊരുങ്ങുകയാണ് സർക്കാർ. എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം എന്നോടൊപ്പമാണ് ആ കുടുംബം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണാനെത്തിയത്. അപ്പോ ഈ 2024 ആണ് ഈ നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണം സംഭവിച്ചത്. അന്ന് മുതൽ കുടുംബത്തിന്റെ ഒരു ആവശ്യമായിരുന്നു കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും അടിപ്പെടാത്ത ഒരു ഏജൻസി ഈ കേസ് അന്വേഷിക്കണമെന്നുള്ളത്. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് കുടുംബം തുടക്കം മുതൽ വിശ്വസിച്ചിരുന്നു. സാഹചര്യ തെളിവുകളെല്ലാം അതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അപ്പൊ ഈ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ ന്യായമായ ആവശ്യത്തോട് തുടക്കം മുതൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കാതെ സർക്കാർ എതിർക്കാനുണ്ടായത്. അപ്പൊ സർക്കാരിലെ ഉന്നതന്മാർക്ക് PP ദിവ്യ മാത്രമല്ല, PP ദിവ്യയേക്കാൾ മുകളിലുള്ള CPMന്റെ പ്രബലന്മാരായ പല നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടാകും എന്ന സംശയം അന്നേ ബലപ്പെട്ടിരുന്നു. ഇപ്പൊ കുടുംബം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പോലീസ് ഓഫീസർമാരെയും നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നെങ്കിലും അവരാരും ഒരു നല്ല സ്വതന്ത്ര അന്വേഷണത്തിനോ CBI എൻക്വയറിക്കോ തയ്യാറായിരുന്നില്ല. അവർ കോടതിയിൽ പോയപ്പോഴും വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അന്വേഷണം ശരിയായ ദിശയിലാണ്, ഒരു CBI എൻക്വയറിക്ക് ആവശ്യമില്ല എന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇപ്പൊ കുടുംബം അന്ന് UDF നേതാക്കന്മാരെയും കണ്ടിരുന്നു. അന്നത്തെ KPC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ, ഇന്നത്തെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP തുടങ്ങി എല്ലാ നേതാക്കന്മാരെയും, ശ്രീ രമേശ് ചെന്നിത്തല, ഇന്നത്തെ ആഭ്യന്തരമന്ത്രി, എല്ലാവരെയും കണ്ടിരുന്നു. ഞങ്ങളുടെ എല്ലാ പൊതു നിലപാടെന്ന് വെച്ചാൽ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഒരു CBI എൻക്വയറി ഞങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കുടുംബം വീണ്ടും അവരെ നമ്മളെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ബന്ധപ്പെട്ട നേതാക്കന്മാരെയും എല്ലാം കണ്ടു, ആവശ്യം ഉന്നയിച്ചു. എന്നോടൊപ്പമാണ് അവർ നേതാക്കന്മാരെ കാണാൻ എത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചത്. ആഭ്യന്തരമന്ത്രിയും അതേ നിലപാട് സ്വീകരിച്ചു. ഒരു CBI എൻക്വയറിക്ക് സ്കോപ്പുള്ള വെരി സ്ട്രോങ് കേസാണ് ഇതെന്നുള്ള നിലപാടാണ് രണ്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അറിയിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ ഒരു CBI എൻക്വയറിക്ക് അനുകൂലമായ ഉത്തരവ് ഗവൺമെന്റ് ഇത് കൂടാതെ ഒരു അംഗത്തിന് ആശ്രിത നിയമനം നൽകണം എന്നൊരു റിക്വസ്റ്റ് ഗവൺമെന്റിന്റെ പക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ തുടക്കം മുതൽ ആ അപേക്ഷ ഗവൺമെന്റ് വല്ലാതെ പരിശ്രമിച്ചു, ഉണ്ടാക്കിയ ഇട്ടിരുന്നു. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അവസാനത്തെ ക്യാബിനറ്റിൽ പോലും അതിനനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. ആ ആവശ്യവും കുടുംബം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രി അക്കാര്യത്തിലും ഉടനടി എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് തീരുമാനമെടുക്കും എന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഉടൻ തന്നെ ഒരു CBI അന്വേഷണത്തിന് അനുകൂലമായ സർക്കാർ ഉത്തരവ് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ശരി, നന്ദി മധു MLA. ശ്രീ പഴകുളം മധു MLA ആണ് നമ്മളോടിപ്പോൾ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടത്, ഈ CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അറിയിച്ചത്. ഈ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസ് CBIക്ക് അന്വേഷണത്തിന് നൽകുകയാണ്. അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് പോലീസ് തലശ്ശേരി കോടതി
കോടതിയിൽ സമർപ്പിച്ചത്. അതായത് 13 സാക്ഷികളെ കൂടി ചേർത്തുകൊണ്ടുള്ള തുടരന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ നോർത്ത് പോലീസ് കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ പ്രധാനമായും 4 കാര്യങ്ങൾ, അതായത് ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ച 13 പിഴവുകൾ, ആ 13 പിഴവുകളിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിൽ അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള തുടരന്വേഷണ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത്. അതിന് പിന്നാലെ വീണ്ടും ഈ വിഷയത്തിൽ ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും അതുപോലെ തന്നെ മക്കളും അടക്കമുള്ളവർ, സഹോദരൻ അടക്കമുള്ളവർ ഈ കേസിൽ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളൊരു ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ കണ്ട ഇത്തരത്തിൽ അന്വേഷണം, പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, ഇത്തരത്തിൽ പിഴവുകളുള്ള കുറ്റപത്രമാണ് നൽകിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഈ കേസ് CBI അന്വേഷിക്കും എന്നുള്ള വിവരം പുറത്തുവരുന്നത്. കേസ് CBIക്ക് കൈമാറിക്കൊണ്ടുള്ള വിജ്ഞാപനവും ഉടൻ തന്നെ പുറത്തിറങ്ങും. CMRL